വിഭാഗീയത രൂക്ഷമായ പത്തനംതിട്ട തിരുവല്ലയിൽ സിപിഐഎം നടപടി. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ സംസ്ഥാന നേതൃത്വം നേരിട്ടിടപെട്ട് മാറ്റി. കെ കൊച്ചുമോനു പകരം ജനോ മാത്യുവിനാണ് താൽക്കാലിക ചുമതല. അലങ്കോലമായ ലോക്കൽ സമ്മേളനം വീണ്ടും നടത്തി ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിക്ക് താക്കീതും നൽകി. പാർട്ടി സമ്മേളനങ്ങൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ഏരിയ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഘടനാ കാര്യങ്ങളാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ആ പരിശോധിച്ചതിന്റെ ഭാഗമായിട്ട് പാർട്ടി സംഘടനാപരമായിട്ട് സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കത്തക്ക രീതിയിലുള്ള തീരുമാനവുമായി ഇപ്പോഴും പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നു. ഇവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം സമ്മേളനം തീരുമാനിക്കുക. തിരുവല്ലയിൽ വിഭാഗീയതയോ നടപടിയോ ഇല്ലെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പ്രതികരിച്ചു. അവിടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറ്റുന്നുണ്ട്, അതെല്ലാം പരിഹരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇതുപോലെ സമ്മേളനമല്ലേ തീരുമാനിക്കുന്നത്? ഇല്ല, സമ്മേളനമല്ലേ, അതിനല്ലേ സമ്മേളനം ചേരുന്നത്. ഒന്നും ചേർന്നിട്ടില്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. തെറ്റായ പ്രവണതകൾ വെച്ചു പൊറുപ്പിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ പ്രതികരണം അഭിമാനകരമായ ഒരു കാര്യമാണ് പാർട്ടി നിർവഹിച്ചത്. അപമാനം ഒന്ന് നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. മാധ്യമങ്ങളുടെ ഒരു ഭാഷയാണ്. യഥാർത്ഥത്തിൽ പാർട്ടി കറക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്. തെറ്റായ ഒരു പ്രവണതയെയും പാർട്ടി വെച്ച് പൊറുപ്പിക്കില്ല. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യാനും പാർട്ടി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കുള്ളൂ. അതിനെ പാർട്ടി വിരുദ്ധമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രചാരവേദിയാണ് ഇന്നലെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും ശരിയായ ഒരു ഉദാഹരണം മാത്രമാണ്. അതാണ് പറയാനുള്ളത്. അല്ല, സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനം നടക്കില്ല. ഒരു സമ്മേളനം നടക്കില്ല. തെറ്റായ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ആവശ്യമായ സംഘടനാ നിലപാടോടുകൂടി ചേർന്ന് മാത്രമേ അവിടെയുള്ള സംഘടനാപരമായ കാര്യം പൂർത്തിയാക്കുള്ളൂ. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. പ്രവീൺ, എന്തൊക്കെയാണ് തിരുവല്ലയിൽ സംഭവിച്ചിട്ടുള്ളത്? അതായത് തിരുവല്ലയിൽ നടപടിയെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ സമ്മേളന കാലത്ത് തൽക്കാലമെങ്കിലും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നൊരു അവസ്ഥയിലേക്ക്, എന്നൊരു വിലയിരുത്തലിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തുന്നുണ്ടോ? ഇന്ന് എന്തൊക്കെ സംഭവിച്ചു? തിരുവല്ലയിൽ CPM-ലെ വിഭാഗീയതയിൽ പ്രശ്നപരിഹാരമുണ്ടാക്കുക എന്നത് ഉറപ്പിച്ചാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പത്തനംതിട്ടയിലേക്ക് എത്തിയത്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തെ അറിയിച്ചു. തീരുമാനം CPIM തിരുവല്ല ഏരിയ കമ്മിറ്റിയെയും CPIM തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയെയും അറിയിച്ചു. ലോക്കൽ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് പുറത്തായതിൽ പൂർണ്ണ ഉത്തരവാദിത്വം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK കൊച്ചുമോനാണെന്ന് പാർട്ടി വിലയിരുത്തി. പ്രവർത്തന റിപ്പോർട്ട് പുറത്തായത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. CPIM തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് KK കൊച്ചുമോനെ നീക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു. പകരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ജനു മാത്യുവിനെ നിയമിച്ചു. ഈ മാസം 9-ന് CPIM തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നടത്താനും തീരുമാനിച്ചു. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് CPIM തിരുവല്ല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിയെ തലസ്ഥാനത്ത് നിന്നും CPIM സംസ്ഥാന നേതൃത്വം നേരത്തെ മാറ്റിയിരുന്നു. തുടർന്നും ഫ്രാൻസിസ് വി ആന്റണി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നതിനാൽ ഫ്രാൻസിസ് വി ആന്റണിക്ക് താക്കീത് നൽകി. ഈ മാസം 11-ന് CPIM തിരുവല്ല ഏരിയ സമ്മേളനം നടത്തേണ്ടതുണ്ട്. CPIM തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പുതിയ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളെ ലോക്കൽ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. അതേസമയം തിരുവല്ലയിൽ വിഭാഗീയത ഇല്ലെന്നായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ പ്രതികരണം. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പുറത്തുവന്ന പ്രവർത്തന റിപ്പോർട്ട് യഥാർത്ഥ പ്രവർത്തന റിപ്പോർട്ടല്ലെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. ശരി പ്രവീൺ, എന്തായാലും ഈ പുറത്തു വന്ന പാർട്ടി പ്രവർത്തന റിപ്പോർട്ട് പാർട്ടിക്ക് ചെറിയ നാണക്കേടും ഒന്നുമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഇവിടെയും വടിയെടുക്കേണ്ടി വന്നിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തിന്.